ഇനി നീ എന്നോടൊന്നും മറയ്ക്കാൻ ശ്രമിക്കണ്ട. ഞാനെല്ലാം കേട്ടതാ. നീയും വിശ്വനാഥ് സാറിന്റെ മകനും തമ്മിലുള്ള ബന്ധം എന്താ? ഒന്നുമില്ല സൂസി. ഞാനും നീയും തമ്മിൽ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല. നിന്റെ മുഖം പറയുന്നുണ്ടല്ലോ നീ എന്നിൽ നിന്നും എന്താ മറയ്ക്കുന്നുവെന്ന്. പറയരേഖേ, എന്താണെങ്കിലും എന്നോട് തുറന്നു പറയൂ. നിനക്കെന്നോട് ഇത്രമാത്രം അകൽച്ചയുണ്ടെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. രേഖേ, നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ എന്നെക്കാൾ എത്രയോ ഉയരത്തിലാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. വേണ്ട രേഖേ, നീ ഒന്നും പറയണ്ട. സൂസി, ഞാനെല്ലാം പറയാം. നീ എന്നോട് പിണങ്ങിയാൽ എനിക്കത് സഹിക്കാനാവില്ല. എനിക്ക് നീയും എന്റെ മോളും മാത്രമേ ഉള്ളൂ. ഞാനും ബാലേട്ടനും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ്. എയർ ഹോസ്റ്റസായി നിയമനം കിട്ടിയ ഞാൻ ബോംബെയിൽ വെച്ചാണ് ക്യാപ്റ്റനായ ബാലേട്ടനെ പരിചയപ്പെട്ടത്. ആ പരിചയം ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചു. ആ ബാലു, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. എനിക്ക് എന്റെ കസിന്റെ വീട് വരെ ഒന്ന് പോണം. വന്നിരുന്നെങ്കിൽ ഒന്ന് ഷോപ്പിങ്ങിന് പോകാമായിരുന്നു. ഒന്ന് രണ്ട് കൂട്ടം സാധനങ്ങൾ വാങ്ങണമെന്ന് വിചാരിച്ചതാ. അപ്പോഴേ സാറ് ഇവിടെയെങ്കിലും അല്ലേ? നമ്മളിപ്പോഴല്ലേ ആകാശത്തുനിന്നും കൊണ്ട് പോകുന്നത്. കുറച്ചു നേരമെങ്കിലും ഭൂമിയിൽ നിന്നൂടെ? പാർട്ടി തൊട്ടടുത്ത മുറി തന്നെ ഉണ്ടല്ലോ. ഒന്ന് പോടി. I'll be back in the morning. Thank you. ആഹാ, ഞാൻ പോകാൻ കാത്തിരിക്കായിരുന്നു. അടങ്ങുന്ന കിടന്നു കേട്ടോ. രാവിലെ വരാവല്ലേ? പോയോ? ഐ എം സോറി, ഗെറ്റ് മീ റൂം നമ്പർ 79. ഹലോ, ഞാനാ. എന്താ പരിപാടി? ഒന്നുമില്ല, ആശ കുളിക്കാണ്. പിന്നെ തന്നൊന്ന് കാണണമല്ലോ. ദേവരാജനെ ഏതോ കത്തിനെ കാണാനെന്നും പറഞ്ഞ് മുങ്ങിയിരിക്കുക. എന്താണ് പോണെന്നറിയില്ല. ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുമെങ്കിൽ ബാലേട്ടനും പുറത്തുനിന്ന് ചുറ്റാൻ പോകാമായിരുന്നില്ലേ? ആ താനിവിടെ ഉള്ളപ്പോഴും. പിന്നെ തനഞ്ഞിട്ട് വന്നേ. അയ്യോ, ആശ ഇപ്പൊ കുളിച്ചു വരും. അവരെ തനിക്ക് ഏതെങ്കിലും കത്തിന്റെ വീട്ടിൽ പറഞ്ഞയച്ചൂടെ? താനൊരു കാര്യം ചെയ്യണം. ഉറങ്ങാൻ കിടക്കുമ്പോ ആശ അറിയാതെ സ്ലിപ്പ് ചെയ്ത് വരെ വരണം. അയ്യോ, ഞാനില്ല. എടോ, കുറച്ചേരം സംസാരിച്ചിരിക്കാവടോ. ആശ അറിഞ്ഞാൽ? ഓ, ആ പാർട്ടി ഒരു 3-4 ഒളിമ്പിക്സ് കഴിഞ്ഞതല്ലേ. ആശ ഉറക്കം പിടിച്ച് കഴിയുമ്പോ താൻ പതുക്കെ ഡാവിലിഞ്ഞു പോരാ. ആശ കുളി കഴിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ കാത്തിരിക്കും. വെറുതെ എന്നെ കൊണ്ട് ഉറക്കളപ്പിക്കരുത്.
താനെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇരിക്കേ. എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്ക് ഹോട്ടൽ മുറിയിൽ വെച്ച് ഞങ്ങളുടെ മനസ്സുകൾ മാത്രമല്ല ശരീരം ഒന്നായി തീരുകയായിരുന്നു. എന്റെ ബാലേട്ടൻ എന്നെ കൈവിടില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു സത്യം അറിഞ്ഞത്. എന്റെ വയറ്റിൽ ബാലേട്ടന്റെ ജീവൻ വളരുന്നെന്ന സത്യം. അങ്ങനെ ഞാൻ രമ്യമോളെ പ്രസവിച്ചു. നിന്റെ ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചു എന്നല്ലേ നീ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്? വിവാഹം കഴിക്കാതെ അമ്മയായ ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ സമൂഹം അവളെ പഴിച്ചവളെന്ന് മുദ്ര കുത്തില്ലേ? ആ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഉണ്ടാക്കിയ കെട്ടുകഥയാണ് എന്റെ വിവാഹവും ഭർത്താവിന്റെ ആക്സിഡന്റും. അപ്പോൾ അയാൾ നിന്നെ വഞ്ചിക്കുകയായിരുന്നു അല്ലേ? ആ മനുഷ്യൻ മറ്റൊരു കഴുത്തിൽ താലി കെട്ടുന്നതിന് മുൻപ് ഈ സത്യം അയാളുടെ അച്ഛനോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അവിവാഹിതയായ ഒരു അമ്മയായി നിനക്ക് ജീവിക്കേണ്ടി വരും. വേണ്ട സൂസി, എന്റെ ജീവിതമോ തകർന്നു. ബാലേട്ടനെങ്കിലും സുഖമായി ജീവിക്കട്ടെ. എന്റെ വേദനകളും ദുഃഖങ്ങളുമായി ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. സുഖമില്ലാതിരിക്കുന്ന മേനോൻ സാറിനെ കൂടി എന്തിനു വേദനിപ്പിക്കണം? എന്റെ വിധി ഇതാണ്.